Guys, attempt 2 എന്നിട്ടാ കിഡ് സ്ക്വയറിലേക്ക്. ഇന്നലെ പോയി, മഴ കാരണം അവിടെ എത്തിയില്ല. ഇന്നും പോവും. മഴ ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. മഴയില്ല, മഴക്കാറുണ്ട്. നീ ക്രൗൺ ഹോട്ടൽ സാക്രിഫൈസ് ചെയ്ത് അതെനിക്കൊന്നും വേണ്ട. എനിക്കൊരു ഫിയർ അല്ല, ഫ്രീ 2 ബിയർ, ഫ്രീ ബി 2 ഫ്രീ ബിയർ കിട്ടേണ്ട സ്ഥാനത്താണ് ഞാൻ ഇവരെ കൊണ്ട് കിറ്റിലേക്ക് പോണത്. ഒരാളവിടെ ഫാഷൻ ഷോ. നിക്കട്ടാ, ഇത് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇത് കണ്ട, ആള് പള്ളിയിലേക്ക് പോണേ. ഞങ്ങള് എത്ര ദൂരം ഉണ്ട്? 500 മീറ്ററാ 600 മീറ്ററാ ബസ് സ്റ്റോപ്പിലേക്ക്? ഓക്കെ, 700 മീറ്റർ ഉണ്ട്. ഞങ്ങളിപ്പോൾ നടന്നു പോയോണ്ടിരിക്കുക. എന്നിട്ട് അവിടുന്ന് ബസ്, ഇവിടുത്തെ ഒരു കൺവീനിയൻറ്റ് ഗവൺമെന്റ് ബസ്സാണ്. അതിൽ കയറും. ഒരു 7-7.5 കിലോമീറ്റർ ഉണ്ടോ. ഇനി അപ്പുറത്ത് അതിന് കുഴപ്പമില്ലടി. വേണമെങ്കിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് അപ്പുറത്ത് കിടക്കും. എന്റെ ഫണ്ടെല്ലാം ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇത്. പോവോ? കാര്യമാണല്ലോ. പോവാ. അപ്പോ എടാ, പൈസ ഇങ്ങനെ കൊടുക്കണേ. ഓക്കെ. ഭുവനേശ്വറിലെ വളരെ കൺവീനിയന്റും ചീപ്പുമായിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഈ മോബസ്. ഇപ്പോൾ കറന്റ്ലി ഭുവനേശ്വർ, കട്ടക്, പൂരി ഈ 3 സ്ഥലത്താണ് ഈ മോബസ് സർവീസ് ഉള്ളത്. ഇനി ഫ്യൂച്ചറിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, എക്സ്ക്യൂസ് മീ. This bus stop is Koringa Hospital Square. Borthaman bus stop, Koringa Hospital Square. This bus stop is Koringa Hospital Square. ഞങ്ങളിപ്പോൾ കയറിയത് ഒരു നോൺ AC മോബസ് ആണ്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 7 കിലോമീറ്റർ ഡിസ്റ്റൻസിന് വന്നത് ആകെ 30 രൂപയാണ്. ഇത് വിട്ടില്ലല്ലോടാ. താങ്ക് യു ഫോർ നോട്ട് ഫോർഗെറ്റിംഗ്. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിടിച്ചോ, ഇനി ഞാൻ ചിലപ്പോൾ മറക്കും. This is nothing. First നമുക്ക് മിനി സോയിൽ കയറാം. Let's go. എന്ത് തിരക്കാടോ. It's just the beginning. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിന് MG റോഡിലേക്ക് ഇറങ്ങില്ലേ, അതേപോലെ ഉള്ളത്. ആരുടെ അല്ല, ഓവർ റേറ്റഡ്. അല്ല, ഓവർ റേറ്റഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവൾക്ക് വലിയ അഭിപ്രായം ഇല്ല. പക്ഷെ ഇതൊക്കെ നമ്മള് നല്ല വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ നിന്റെ ക്യാമറ ബ്ലറി ആയി നിനക്ക് കാണാൻ പറ്റും. കുറച്ച് അങ്ങോട്ടേക്ക് മാറും. ഏതാ ഞാൻ എൻ്റെ ഫേസിനാളും കൂടുതൽ ഇവിടുത്തെ സംഭവങ്ങൾ കാണിച്ചു തരാം. ഓക്കെ പറഞ്ഞോട്ടോ. ജലേബി ആൻഡ് പക്കോട. ഇത് വെജിറ്റബിൾസ് ആണ്. ഇവിടെ മഷ്റൂംസ് ഉണ്ട്. മോമോ ഉണ്ട്. മോമോ തരാം. ഈ മോമോ ഇവിടെ എല്ലാവരും മോഡേൺ പീപ്പിൾ ആർ ഈറ്റിംഗ്. പിന്നെ നീ എവിടെ കഴിക്കാറ്? ഞാൻ എവിടെയെങ്കിലും കഴിക്കും. ഒതന്റിക് എന്നൊക്കെ പറയണം. പോത്തുണ്ടോ? കുതിരണ്ട്. ഇവിടെ പോത്തിന്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ചിലപ്പോ പണി കിട്ടും. എക്സാക്ട്ലി. ഇവിടെ ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നമാണ്. എന്താല്ലേ. ഇവിടെ മോമോസ് ഇല്ലാണ്ട് വെരി അല്ലക്കിയ 2 കബാബ് കഴിക്കാം. ഓക്കെ,
കുപ്പി കബാബ് കഴിച്ചിട്ടില്ല. ഇതൊക്കെ സൂറാബി 60 years old. What? ചായ വേണ്ടല്ലോ. ഓക്കെ കബാബ് എവിടെയാ? കബാബ് അതെ അതെ അതെ. വാ, ഏതോ ലച്ചാറോൾ എങ്ങാനും മതി. ഇതെന്താ കഴിക്കണ്ടേ? ഇത് ടേസ്റ്റ് ഉണ്ടാവും. ഹരിയാലി steam देते हैं এটা ওটা দেবে এই দুটো সেম কি না না এটা গার্লিক এটা মাস্টার্ড গার্লিক গোটা এটা গোটা এটা ഗാർലിക്കും এটা কোটা അതാ মশলা টিকা അത് മറ്റേ സാധനം ഇരിക്കുന്നു. ശരി അനകല ഇതാണ് ചെട്ട് റോക്കി ഏരാട് അതെ ചേർന്ന് എന്ത് കളർഫുൾ സാധനമാണ്. അനകല കബാബ് കബാബ് ഇപ്പൊ കണ്ടത് കബാബ് കബാബ്. കബാബിന് കബാബ് മാത്രമാണോ അല്ലെ ചപ്പാത്തി എടുക്കുന്നുണ്ടോ? ഓ കബാബ് ഷവർമയാണോ അത്? ഈ ചിക്കൻ്റെ ഷവർമ കുറച്ച് പിന്നിലേക്ക് മാറി നിൽക്കാം പ്ലീസ് സ്റ്റാൻഡ് യോ ഷവർമ ഉണ്ട് കേട്ടോ. കബാബ് മട്ടൻ ബിരിയാണിയോ? ഓ എഗ് ബിരിയാണി, വെജ് ബിരിയാണി, ചിക്കൻ ആയിരിക്കും അല്ലേ? ചിക്കൻ. ഇവിടെ പോത്ത് മാത്രമില്ല കേട്ടോ. പോത്ത് വേണ്ട നീ അലിഞ്ഞു പോവില്ലത്. അതുകൊണ്ടായിരിക്കും I'll give a fit check. Talk online. ഇവളൊരു ഫിച്ചക്ക് തരാന്ന് പറഞ്ഞേട്ടോ. ഓക്കെ പറഞ്ഞു. Talk is online. Pants are max. Shoes are max. ഓക്കെ കഴിഞ്ഞു, മതി, അത് മതി. അവളുടെ ഗൈസ് ഫിച്ചക്കിന്റെ ആവശ്യമില്ല നമുക്ക്. നമ്മൾ ട്രാവൽ വ്ളോഗാണ്. പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കൊടുക്കാം. ഗൈസ് ഞങ്ങളുടെ This is malai. കബാബ് എത്തിയിട്ടുണ്ട്. Malai kebab. ഓക്കെ Haryali kebab. ഇതും മലായി. ഇത് 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 Malai kebab, haryali kebab. This is garlic kebab. ഇതെന്ത് കബാബ്? Garlic. ഗാർലിക്. ഇതോ Haryali. ഹരിയാലിയോ? ഒന്നും. അത് പുതിന ആൻഡ് മിന്റ് വെച്ച് ഓക്കെ ഓക്കെ കഴിക്കൂ പ്ലീസ്. കഴിച്ചോ? ഏയ് കഴിച്ചോ കഴിച്ചോ, നീ കഴിച്ചോ. ക്യാമറ കൊണ്ടതേ ഉള്ളൂ. ഞാൻ കഴിക്കണം അപ്പം. बोलेना बहन इधर आइए गुड Yeah, this one. व्हाट्स इट इज लाइक ഞാൻ കണ്ട പോലെ ഈ പ്യാസ് ഇതൊക്കെ വെച്ചെടുത്തില്ല എൻ്റെ പട്ടി കഴിക്കും അത്. ഖാലിയാ खाना सीधा ഗാർലിക് കേട്ടോ. ഗാർലിക് കബാബ്. പിന്നെ മോളിങ്ങനെ വാ ഇരുന്നോ, ഞാൻ നിൽക്കാം. എനിക്ക് നിന്നിട്ട് വേണം വ്ളോഗ് ചെയ്യാൻ. ഗാർലിക് സിറ്റിംഗ് ഫൈനലി അല്ലടി, ഇത് ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നില്ല കേട്ടോ. ഇത് കഴിച്ചു ഇതൊരു മുസ്ലിം ഞാൻ മാൻ ഹരിയാന എന്താണ്? ഹരിയാന ഹരിയാലി ഹരിയാലി. നിനക്ക് എംബാരസിംഗ് ആയിട്ട് തോന്നില്ല? അത് മാറ്റിയെടുക്കണം. That's what I'm gonna do. ഇങ്ങനെ ഫേസ് a lot of crowd here. ഹലോ സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഞാൻ ഒരെണ്ണം കഴിച്ചതും പിന്നെ ഈ രണ്ടെണ്ണം ഏകദേശം എനിക്കൊരു സെയിം ടേസ്റ്റ് കിട്ടിയത്. എനിക്ക് ഇതും ഇത് വേറെ ടേസ്റ്റാണ്. ഇത് രണ്ടും എനിക്ക് ഏകദേശം സെയിം ടേസ്റ്റ്. അടുത്ത പിറ്റ് സ്റ്റോപ്പ് അടുത്ത പിറ്റ് സ്റ്റോപ്പ് ഏതാ? ലസ്സിയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ അവിടുത്തെ സാധാ ലസ്സി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഉണ്ടോ? Oh, take mine. It's too this, not thick at all. അവളെ വിശ്വസിക്കണ്ട കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. ഗുഡ്
You will die. സ്ട്രീറ്റ് ഫുഡ്സ് ആണ്, സ്ട്രീറ്റ് ഫുഡ്സ്. ഇവിടെ Yup. ഇതവർ ചിരിക്കണം. ദൈവമേ. मैं यूट्यूब में डालोगे ना ആ तो आपको प्राइस बता दूंगा. ഇതാണ് ആ മോമോസ്. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണ്. അല്ല It's golden. നിങ്ങൾ ആദ്യം കഴിക്കും. കഴിച്ചോ? ആ കഴിക്കില്ലേ? ചൂടുണ്ട് കുറേ ചൂടുണ്ട്. Good. Nice. ഇവിടെ കുറച്ച് ഓവർ എക്സ്പ്രസീവ് ആണ്, അല്ല. പേടിക്കണ്ട. ആ, ഞാൻ അല്ലേ? കഴിച്ച momos എല്ലാം അല്ലേ? സോയാബീനുള്ള momos ആണ്. കുഴപ്പമില്ല. ഇത് ശരിക്കും ചിക്കൻ ഉണ്ട്. It's really nice. ഓക്കെ ഓക്കെ ഓക്കെ. You can trust me. എരിവുണ്ട് കുറച്ച്. Little bit. How's it? എങ്ങനെടാ? ചിക്കൻ അല്ലേ? ഗൈസ് ടേസ്റ്റി, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ Give you another bite. It's a ഇത് bit bangony. ഞാൻ ഇവര് ഉണ്ടാക്കണ വീഡിയോസ് കുറെ കണ്ടിട്ട് കഴിക്കാൻ. ഹാഫ് കടിക്കട്ടാ. സംഭവം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിന്റെ കുറെ മേക്കിംഗ് വീഡിയോ ഞാൻ കുറെ കണ്ടതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഏരിയ മൊത്തം കഴിച്ചു മതി മതി മതി. ആ ഭയങ്കര ബിസി ഏരിയ. പിന്നെ ഇവിടെ ഈ ഒരു സെക്ഷൻ സ്ട്രീറ്റ് ഫുഡും അവിടേക്ക് അങ്ങോട്ട് പോയിട്ട് ഇവിടെ ഫുള്ള് ഫുഡ് സെക്ഷൻസ് അതൊക്കെയാണ്. ഫുഡാണ് മെയിൻ. Destination, we'll go. Come on. ഓക്കെ Let's go further. നിങ്ങൾ അടുത്ത ഫുഡ് സ്പോട്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. You want gupchup? ഇവിടെ ഒന്നും ഹെൽമെറ്റ് ഇല്ലല്ലോ. Gupchup വേണോ? ഇവിടെയാണ് ഇവിടെ ഒതന്റിക്. ഇതാണ് ഒതന്റിക്. ഇന്ന് ഇവിടുത്തെ സംഭവം എന്തായാലും ഞാൻ കഴിക്കാൻ പോകാൻ പരിപാടി. ഓക്കെ ഞാനൊരു 10-12 വർഷം മുന്നേ വന്നപ്പോൾ ഉള്ള ഒരു സ്കീം അത്. അതായത് ഒരു ചെറിയ പ്ലേറ്റ് തരും, അതിലേക്ക് ഓരോന്ന്. പിന്നെ ഇതൊക്കെ ഓർമ്മയില്ല എനിക്ക്. തള്ളണതല്ല കഴിച്ചു. ഞാൻ വന്നപ്പോൾ അതായത് ഒരു ചെറിയ പ്ലേറ്റ് തരും, അതിലേക്ക് ഈ മറ്റേ പാനിപൂരി, ഗുപ്ചുപ്പ് അങ്ങനത്തെ ഒരു സംഭവം അതിടും. എന്നിട്ട് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. അന്ന് ഒരു പാനിപൂരി അതായത് ഈ ഗുപ്ചുപ്പിന് 1 രൂപയാണ്. പിന്നെ എത്രയാണെന്ന് എനിക്കറിയില്ല. എത്ര വേണേ റീഫിൽ ചെയ്ത് കഴിക്കാം. അങ്ങനെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാണിച്ചരാവേ. അതെ ഇങ്ങനെ നീ ചോദിച്ചോ കാണിക്കും. ഓ അല്ല ഓക്കെ. ഇങ്ങനെ ഒരു ചെറിയ പ്ലേറ്റിൽ തരും. ഇത് ഞങ്ങൾക്ക് 3 പേർക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇങ്ങനെ തരും. ചോദിച്ചോ കണ്ടോ ഭയങ്കര സ്പീഡിലാണ്. ഇങ്ങനെയാണ് പണ്ട് തരാം. ഇത് ഇങ്ങനെ റീഫിൽ ചെയ്ത് തരും. എത്ര വേണേലും എടുക്കാം. ഇതിന് ഒരെണ്ണത്തിന് 1 രൂപയാണോ? അല്ല ഇപ്പൊ 1 രൂപയല്ല, അന്ന് 1 രൂപയായിരുന്നു. 20 rupees 8 piece. ആ 20 rupees 8 piece അങ്ങനെയാണ് കേട്ടോ. എടുക്കാൻ കുഴപ്പമില്ല. ഓക്കെ താങ്ക് യു. How is it? Good? ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ടേസ്റ്റ് ഉണ്ടോ എനിക്ക് ഉറപ്പാ. The last सूखा पूरी. ഓക്കെ 8 പീസിന് 20 അങ്ങനെയാണ്. ഓ അവസാനം മറ്റേ വെള്ളം ഞാനാണോ തരാം? വേണ്ട, എരിവ് മാറാൻ. ആ എരിവ് മാറാനായിട്ട് അവസാനം മറ്റേ വെള്ളം ഒഴിക്കാണ്ട് തരണേ. ഞാൻ തന്നെ കഴിച്ചു. ഇത് ഞാൻ കറക്റ്റ് ആ ടേസ്റ്റാണ്.
ആ വന്ന ടേസ്റ്റുണ്ടായിരുന്നു. എടുത്തോ, കഴിക്കോ. അടുത്ത പിറ്റ് സ്റ്റോപ്പ്. അവിടെ അപ്പൊ വെച്ച് അങ്ങനെ ഓൺ ആക്കിയാൽ മതി. മോമോസ് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഗുപ്ചുപ്പ് കഴിഞ്ഞു, കബാബ് കഴിഞ്ഞു, കബാബ് കഴിഞ്ഞു, ലസ്സി കഴിഞ്ഞു. ലസ്സി കഴിഞ്ഞു. ഇനിയിപ്പോ ഇതാ കാണണത് ഇനി എന്തിട്ടൊക്കെയായിരുന്നു? ഈ ലിറ്റി ചോക്ക. ശരി, ഇത് കണ്ടോ, ടേസ്റ്റ് ഇല്ലെന്ന് അവള് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കാണുന്നത് കയറും. ഓക്കെ, വാ ആ ചേച്ചിയുടെ ഒപ്പം ക്രോസ് ചെയ്തോ. ഓടുന്നതിനെ കണ്ടാ നീ പള്ളി ബസ് സ്റ്റോപ്പ് കേട്ടോ, ഇത് ബസ് സ്റ്റോപ്പാണ് ഇവിടുത്തെ മോബസ്. മറ്റേ one dessert item you won't find in Kerala. ആ ഓക്കെ, വിച്ച് വൺ റബഡി. എന്തിനാ സംഭവം ഇത്? ആ മറ്റേ പാല് കട്ടിയാക്കിയിട്ടുണ്ട് സംഭവം. ഓക്കെ, റബഡി, പാല് കട്ടിയാക്കിയിട്ടുള്ള സംഭവം. റബഡി എന്തേ ഏതാ വേണ്ടേ? റബഡി എടുക്ക്. റബഡി വെക്ക്. ഞങ്ങളിപ്പോ ഡിസേർട്ട് ഐറ്റമാണ് കഴിക്കാൻ പോകുന്നത്. ഡിസേർട്ട് ഐറ്റം ഓക്കെ, താങ്ക് യു. ഓക്കെ, I'll give you taste. പിടിക്കുക. എൻ്റെ അവിടെ ഫോൺ ഉണ്ട് കേട്ടോ, കേൾക്കാം. ഓക്കെ, ഇതൊന്നും പായസം ഒന്നുമല്ലല്ലോ. അല്ല, ഓക്കെ, ആ കഴിച്ചോ. yum. आप लोग कोरियन नहीं है? विलियम. ഓ വിസഡ്. കുറച്ച് വലിയ ബൈറ്റ് എടുക്കണേ. മറ്റേ റാസ്മലൈ ആണോ? അല്ല, ഇത് റബഡിയാണ്. മറ്റേ പാലിങ്ങനെ ചുരുക്കി 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 ഉണ്ടാക്കുന്ന സാധനം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. ഗുഡ്. അത് കിട്ടിയ ലെയർ കിട്ടിയാ നിനക്ക്? ഇത് പാലിങ്ങനെ ചുരുക്കി ചുരുക്കി പാല് റബഡി, അതാണ് ഈ ഡിസേർട്ടിന്റെ പേര്. ദ ബെസ്റ്റ് പാർട്ട്. വെരി ഗുഡ്. യാ, ടേസ്റ്റ് ഉണ്ട്, അത് അടിപൊളിയുണ്ട്. നോട്ട് ടു സ്വീറ്റ് റൈറ്റ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റ്, നമ്മുടെ ചെറുതായിട്ട് ഒരു റാസ്മലയുടെ ഒരു ടേസ്റ്റ്, ബട്ട് ഇറ്റ്സ് ഗുഡ്, അടിപൊളിയുണ്ട്. മൊത്തട്ടോ അത് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ അത് വീണ്ടും എടുത്ത് ഉപയോഗിച്ചാലോ? ഞാൻ എടുത്ത് പൊട്ടിക്കണം അത്. ഓ വേണ്ട. മെയിൻ ക്യാമ്പസ് ഓഫ് കിറ്റ്. കിറ്റ് എന്ന് പറയുന്നത് നിന്റെ കിറ്റ് അല്ല? അല്ല, ഇവളുടെ കിറ്റ്. ഇന്നാണ് കിറ്റ്. കിറ്റ് ഹാസ് 32 campuses in total. ഓക്കെ, ഓ ഓ, വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. ദിസ് ഇസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, മെയിൻ ക്യാമ്പസ് ഓഫ് കിറ്റ്, ഏറ്റവും വലിയ ക്യാമ്പസ്. ഒരു കോളേജ് യൂണിവേഴ്സിറ്റി ആണ്. Yep. അല്ല, ഒരു ബിൽഡിംഗ് ആണ്. എഞ്ചിനീയറിംഗിന്റെ അല്ലേ? എഞ്ചിനീയറിംഗിന്റെ ആണ്. അപ്പൊ എന്താ ചോദിക്കാം ഇവരുടെ ഒക്കെ പേര്. ഇത് മൊത്തം ഈ കിറ്റ്, അതായത് കിറ്റിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി. ഓക്കെ, കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി. ആ ഒരു ക്യാമ്പസ് ആണ്. ആ ക്യാമ്പസിന്റെ ഉൾഭാഗമല്ല, ഈ സൈഡും അപ്പുറത്തെ സൈഡും ഒക്കെ ഈ ക്യാമ്പസ്. ഫുള്ളും മുമ്പിൽ ലൈക്ക് 6-7 കിലോമീറ്റേഴ്സ് വരെ ഉള്ള സ്ഥലം, റേഡിയസ് ഫുള്ളും കിറ്റ് ക്യാമ്പസ് ആണ്. കിറ്റ് ക്യാമ്പസ്. ഇതാണ് മെയിൻ ക്യാമ്പസ്. ക്യാമ്പസ് 6 എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. എന്ത് ചെയ്യാൻ, എവിടെ കണ്ടാലും ഒന്ന് നോക്കി പോകാനുള്ള ഒരു ടെൻഡൻസി അതെല്ലാവരും നമുക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാറ്റഗറി ആയതുകൊണ്ട് ഞാൻ നോക്കിയില്ല. എനിക്ക് മറ്റേ മോതിരം, പിന്നെ മറ്റേ മാല, അങ്ങനത്തെ കുറേ എന്തെങ്കിലും കടയിൽ കണ്ടാൽ അത് നോക്കാൻ ഒരു ടെൻഡൻസി വരും. അതാണ്. അവർ നോക്കട്ടെ. അയ്യോ, ഓറഞ്ച് റൈറ്റ്. അപ്പോൾ ഇത് ഓക്കെ.
ഗായ്സ് അങ്ങനെ അവസാനം ഞങ്ങൾ അവിടുത്തെ ഒരു ബിരിയാണി കടയിൽ കയറി 2 ചിക്കൻ ബിരിയാണി പാഴ്സൽ ചെയ്ത് മേടിച്ച്. ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട് കൊറിയയിൽ എഴുതിയേക്കണം, എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ വായിക്കും. ശ്രീ ആ ഗോപാൽ ആ റബഡി ലസ്സി. റബഡി ഇതന്നെ അറിഞ്ഞ റബഡിനെ റബഡി യൂസ് ചെയ്തിട്ട് ലസ്സി ഉണ്ട് വേറെ, അതിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, അത് ഫുള്ള് റബഡി. റബഡി ലസ്സി, ശ്രീ ഗോപാൽ റബഡി ലസ്സി, അതാണ് ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇത് കഴിഞ്ഞാൽ ബസ് കയറി പോവാം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് പിറ്റ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ എന്നിട്ട് മേടിച്ചത് അനാർ ഫ്രൂട്ടാണ്, അനാർ ജ്യൂസ്, അതാണ് മേടിച്ചത്. ടെസ്റ്റ് ചെയ്തോണ്ട് ഓക്കെ. റിഫ്രഷിംഗ്. So refreshing, right? Refreshing. ഓ ഒരു 2-4 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നിട്ടുണ്ട്. നടന്ന് ഫുഡടി ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ജ്യൂസ് Love it. ഞങ്ങൾ എന്നിട്ട് ലാസ്റ്റ് ഇതിൽ കുറച്ച് കോൾഡാണല്ലേ, കുറച്ച് ചില്ലാണ്, ഐസ് ഇട്ടില്ല. ഇന്നലെ തൊണ്ടവേദന നിങ്ങൾ 2 പേർക്കും. എന്നിട്ട് തൊണ്ടവേദനയും പനിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇറങ്ങിയതാണ്. ഇനി നാളെ വീണ്ടും പണി കിട്ടും തോന്നുന്നു. ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ AC ബസ് ആയാലോ? ഹലോ. അങ്ങനെയില്ല, ഓ ഷിറ്റ്, AC കയറിയപ്പോൾ ഇതിന് നല്ല ഉഷ്ണിക്ക് എനിക്ക്. ഏത് കിട്ടി അതിൽ കയറാം. ലേറ്റ് ആണോടാ. ആ ഓക്കെ ഫൈൻ. ഖാലി ഉള്ളതിൽ മാത്രം, 911 ഖാലി ഉള്ളതിൽ മാത്രം കേട്ടോ. ഡിമാൻഡുള്ള ആളാട്ടാ ഖാലിയുള്ള ബസ്സിൽ ഞാനും. ഓക്കെ ലെറ്റ്സ് ഗോ. വാ, AC ബസ് ആണ്, AC ബസ്. Also e-bus. ഓൾസോ ഇലക്ട്രിക് ആണ്. No fuel. ഈ ഇതിപ്പോ കിഡ്സ് സ്ക്വയറിൽ നിന്ന് ഞങ്ങളുടെ ഫോർച്യൂൺ ഉണ്ടാവും, അവിടെയാണ് ഞങ്ങളുടെ സ്റ്റോപ്പ്. അവിടേക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ 3 പേര് 30 rupees, ജസ്റ്റ് 30 rupees ഫോർ 3 of us. അതായത് ഒരാൾക്ക് 10 രൂപ വരുന്നുള്ളൂ ഫോർ 6 kilometers.